ഹായ്. റോണി ഡേവിഡ്, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബിനീഷ് കളയിരിക്കൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ഡ്രാമ സിനിമ, അത് റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു പഴഞ്ചൻ പ്രണയം എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ സൈന പ്ലേയിലൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നായകനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 40 വയസ്സായി. ഈ 40 വയസ്സായിട്ടും അദ്ദേഹത്തിന് വിവാഹമൊന്നും നടന്നിട്ടില്ല. അതിനുള്ള പ്രധാന 2 കാരണങ്ങൾ എന്നുള്ളത്, ഒന്ന് അദ്ദേഹത്തിന് ഇത്രത്തോളം വയസ്സായി, 3 കാരണമുണ്ട്. ഒന്ന് ഇത്രയും വയസ്സായി, 2 എന്നുള്ളത് അദ്ദേഹത്തിനൊരു പഴഞ്ചൻ സ്വഭാവമാണ്. അത് ഒരു അപ്ഡേറ്റഡ് ആകാത്ത ഒരു മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൻലി ഉള്ള മറ്റൊരു വിഷയം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ തീരെ വയ്യതനും, അത് ഇരിപ്പിലാണ് കിടപ്പിലാണെന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കല്യാണം നടക്കാതിരിക്കുന്നതിനുള്ള വിഷയം എന്നുള്ളത്. ശേഷം എന്തൊക്കെ സംഭവിച്ചു, അദ്ദേഹത്തിന് വിവാഹം നടന്നോ ഇല്ലയോ എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്നത്, കുടുംബമൊക്കെ ആയിട്ടിരുന്നൊന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. അതൊരു കൊച്ചു നല്ല സിനിമ എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ്സിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആദ്യമേ പറയേണ്ടത് ചിത്രത്തിൻ്റെ തിരക്കഥയെ പറ്റിയും അതുപോലെ തന്നെ പ്രകടനത്തെ പറ്റിയൊക്കെയാണ്. അതായത് ഇതിൻ്റെ സ്റ്റോറി എന്നുള്ളത് നമുക്ക് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ ആ ട്രാക്ക് ഇതിലേ പോയിട്ട് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നൊന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യാവുന്ന ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കഥയെ, അത്തരത്തിലുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയെ തിരക്കഥയിലൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കുള്ളിൽ നിന്നും കുറേ നല്ല മൊമെൻറ്റ്സ് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കൂടാതെ പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്കും പറയണം. ഇപ്പോൾ വിൻസി അലോഷ്യസ് ആകട്ടെ റോണി ഡേവിഡ് ആകട്ടെ, 2 പേരും ഏറ്റെടുത്തിരുന്ന കഥാപാത്രങ്ങളെ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. റോണി ഡേവിഡിനെ തന്നെ ആദ്യം പറയണം, ഗംഭീരമാക്കി തന്നെ അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്രത്തോളം ത്രൂ ആയിട്ട് ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടോ വേറെ സിനിമയിൽ നിന്ന് എനിക്കറിയില്ല, മറന്നതായിരിക്കും. എന്നിരുന്നാൽ കൂടിയും കിട്ടിയ ആ ഒരു അവസരം പുള്ളിക്കാരൻ നല്ല രീതിയിൽ ആ ഒരു കഥാപാത്രത്തിന് കുറേ സവിശേഷതകളൊക്കെ ഉണ്ട്, നീറ്റായിട്ട് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, നായകൻ്റെ അച്ഛൻ അദ്ദേഹം എപ്പോഴും ഇരിപ്പാണ്, കിടപ്പാണ്, വയ്യാത്തൊരു മനുഷ്യനാണ്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്നും നമുക്ക് കുറേ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. പവിത്രൻ എന്ന് പറയുന്ന ആക്ടറാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു റൊമാൻറ്റിക് ഫിലിം എന്നതിലപ്പുറത്തേക്ക് ഒരു അച്ഛൻ മകൻ ബന്ധത്തെയാണ് എന്താണ് ഈ കഥയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഡേവിഡ് നമ്മളുടെ റോണി ഡേവിഡും അതുപോലെ തന്നെ ഈ പറയുന്ന പവിത്രൻ, ഈ 2 പേരുടെ ആ ഒരു പെർഫോമൻസ്, അവരുടെ ആ ഒരു കെമിസ്ട്രി എന്നൊക്കെ ഉള്ളത് വലുതായിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ ഇമോഷണലി നല്ല ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു അച്ഛനോടും മകനോടും തോന്നുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പവിത്രൻ എന്ന് പറയുന്ന ആക്ടർ അച്ഛനായിട്ടെത്തി പുള്ളിയും ഗംഭീരമാക്കിയുള്ള പ്രകടനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റൻ്റ് നെടുമുകാടാകട്ടെ, അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും നീറ്റായിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ടെക്നിക്കലി അത്യാവശ്യം ഒരു സ്ട്രെങ്ത് ഉള്ള സിനിമ തന്നെയാണ്. എടുത്തു പറയേണ്ടത് മ്യൂസിക് എന്നുള്ളൊരു കാര്യമാണ്. കാരണം സിനിമയുടെ പല സിറ്റുവേഷൻസിനെയും മ്യൂസിക്കിലൂടെയാണ് സംവിധായകൻ കടത്തിവിട്ടിട്ടുണ്ട്. നീറ്റായിരുന്നു അത്. മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന സതീഷ് രഘുനാഥൻ എന്ന് പറയുന്ന ആളാണ്. ഗംഭീര വർക്ക് തന്നെയാണ് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ അമേഷ് പുതിയാറ്റിൽ എന്ന് പറയുന്ന ആളാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്കൊരു റിയലിസ്റ്റിക് മൂഡ് നിലനിർത്താനും, അല്ലെങ്കിൽ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങ് പക്കാ റിയലിസ്റ്റിക് എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് വളരെ കൺവീൻസിങ് ആകുന്ന ഒരു നാച്ചുറാലിറ്റി എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാമറ കാഴ്ചകൾക്കും നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇതൊരു മാരക റൊമാൻറ്റിക് ഫിലിം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, റൊമാൻറ്റിക് ജോണറിലുള്ള സിനിമയാണെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു 1.25 മണിക്കൂർ നേരമുള്ള ഒരു കൊച്ചു നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. യാതൊരു വിധത്തിലുള്ള അഡൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. കുട്ടികളെ വരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്ത് കാണിക്കുക, അങ്ങനെയുള്ള ഒരു കൊച്ചു നല്ല സിനിമ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6/5. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുക. ഞാൻ പറഞ്ഞല്ലോ, യൂഷ്വലി ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, എന്നാലും കുഴപ്പമില്ല, ഒന്ന് കണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.